എല്ലാ സർവേയർ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഈയിടെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്ക് നടന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഒരുപാട് പേർക്ക് സന്തോഷമായി. കാരണം കൃത്യമായി പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയ ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്ക്. പക്ഷേ കൃത്യമായി പഠിക്കാതെ പോയ ഒരുപാട് പേർക്ക് നിരാശപ്പെടേണ്ടിയും വന്നിട്ടുണ്ട്. ITI സർവേയർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവം തസ്തികകളിലാണ് അവർക്ക് PSCക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, സർവേയർ ഗ്രേഡ് 2, കേരള വാട്ടർ അതോറിറ്റി സർവേയർ ഗ്രേഡ് 2, പിന്നെ ചില ട്രേഡ്സ്മാൻ, പിന്നെ സിവിലുകാർക്കും കൂടെ അയക്കാൻ പറ്റുന്ന ഏതാനും ചില എക്സാമുകൾ. അത്രയാണ് അവർക്കുള്ളത്. പക്ഷെ അവർക്കുള്ളതിൽ ഈ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വേക്കൻസി ഉണ്ടാവും. അത് അവർക്ക് മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടൊക്കെ ഒത്തിരി അട്രാക്റ്റീവാണ്. അപ്പം ഇപ്പോൾ ഈ റിസൾട്ട് ഒരു ട്രേഡ്സ്മാൻ്റെയും അതുപോലെ സർവേയർ ഗ്രേഡ് 2-ൻ്റെയും റിസൾട്ട് ഇപ്പോൾ ഈ അടുത്ത് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അടുത്ത എക്സാമിന് എന്നാണോ വരുന്നത് അതിനുവേണ്ടി അഡ്വാൻസ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഈ മാസം എത്രയോ കോളുകളും എത്രയോ മെസ്സേജുകളാണ് എനിക്ക് വന്നത്. എന്നാണ് ക്ലാസ് ഇനി തുടങ്ങുന്ന, അടുത്ത ബാച്ച് എന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നവംബർ 1 മുതൽ നമ്മൾ എന്തായാലും പുതിയ ഒരു ബാച്ച് സർവേയറിന് വേണ്ടി ആരംഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറിയ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നും സർവേയർ എക്സാമുകളിലെ ഏറ്റവും മികച്ച വിജയം എടുത്തിട്ടുള്ള സ്ഥാപനമാണ് വിൻസെൻ്റർ. പണ്ട് മുതലേ സർവേ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഹരമാണ്. അപ്പോൾ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു പഠന രീതിക്ക് തുടക്കമിടാൻ ഒരു കോഴ്സ് ആരംഭിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. അതൊരു കോച്ചിങ് പ്രോഗ്രാം എന്ന രീതിയിലാണ് ചെയ്യുക. ഓരോ ദിവസവും വളരെ ചെറിയ കുറച്ച് ടോപ്പിക്ക് മാത്രം, വളരെ കുറഞ്ഞ അളവിൽ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാം. അതൊരു വീഡിയോ തരും, അതിൻ്റെ നോട്ട് തരും, ഈ നോട്ട് തരും. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സാമും ഇട്ട് തരും. എക്സാം റീടേക്ക് എടുക്കുക. അങ്ങനെ അന്നത്തെ ദിവസത്തെ പഠിക്കാം. തൊട്ടടുത്ത ദിവസം അടുത്ത ചെറിയൊരു ടോപ്പിക്ക് തരും. അതിൻ്റെ വീഡിയോ നന്നായി കാണുക, ഈ നോട്ട് നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിലത്തേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, പ്രത്യേകിച്ച് നിമിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അതുവരെ എടുത്ത എല്ലാ ഭാഗങ്ങളും റിവിഷൻ ചെയ്യാം. ചെറിയ ടോപ്പിക്കുകൾ, ഒത്തിരി ബുദ്ധിമുട്ടിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 1 മണിക്കൂർ 1.5 മണിക്കൂർ ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ലൈവായി ഒന്നിച്ചിരിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുകയും ചെയ്യണം. സെഷൻസും കൂടെ വെച്ചുകൊണ്ടായിരിക്കും ഈ പ്രോഗ്രാം മുന്നോട്ട് നീങ്ങുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് പ്രോഗ്രാം പോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. 1 മാസത്തേക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, 3 മാസത്തേക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, 6 മാസത്തേക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും ചെയ്യുക. 6 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ 6 മാസത്തിന് മുമ്പ് പ്രധാനപ്പെട്ട സർവേയറിന്റെ ഏതെങ്കിലും എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി 6 മാസം കഴിഞ്ഞിട്ടാണ് വളരെ പ്രധാനപ്പെട്ട സർവേ ഗ്രേഡ് 2 അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി സർവേ ഗ്രേഡ് 2 പോലെയുള്ള എക്സാമുകൾ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാസത്തിന് ശേഷവും വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. മന്ത്ലി വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ലോങ് ടേം എന്നുള്ള രീതിയിലാണ്. ഒരു 6 മാസം മനസ്സിൽ കണ്ടുകൊണ്ട്, ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം, എക്സാം വരുന്നതിനനുസരിച്ച് മന്ത്ലി ചെറിയ ഒരു ഫീ വെച്ചുകൊണ്ടായിരിക്കും നമ്മളത് ചെയ്യുക. 1000-ന് താഴെ മാത്രമേ ഫീ ഉണ്ടാവുകയുള്ളൂ മന്ത്ലി. കൃത്യമായിട്ടുള്ള വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ ഒരു മിനിമം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്യുള്ളൂ. വെറുതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 100 പേരെങ്കിലും
ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഈ കോഴ്സ് ആരംഭിക്കുക. ഈ നവംബർ 1, 2025 നവംബർ 1 മുതൽ നമ്മൾ ആരംഭിക്കും. അപ്പോൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആ ലിങ്കിനകത്ത് നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ആ രജിസ്ട്രേഷൻ 100 കടക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പേഴ്സണലായിട്ട് തന്നെ കൃത്യമായിട്ട് ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അറിയിക്കും. ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കും. എന്നിട്ട് നിങ്ങളുടെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് നവംബർ 1 മുതൽ നമ്മൾ ഈ കോഴ്സ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ സർവേയർ ഉദ്യോഗാർത്ഥികളുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു കോഴ്സ് ആരംഭിക്കുക, നന്നായി പഠിക്കണം, അടുത്ത ഏതൊരു പ്രധാനപ്പെട്ട എക്സാം വന്നാലും അത് ക്രാക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നിമി അരച്ച് കലക്കി കുടിക്കണം അല്ലെ. ഞാൻ റെഡിയാണ്. എന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ കോച്ചിങ് പ്രോഗ്രാം മുന്നോട്ട് പോവുക. അപ്പോൾ സർവേ മാത്രമല്ല, സർവേയോടൊപ്പം കുറച്ച് സിവിലിലെ പോർഷൻസും ഒക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. അതുൾപ്പെടെ ഉള്ള സിലബസ് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ തവണത്തെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിന്റെ സിലബസ് എന്തായിരുന്നോ അത് അടിസ്ഥാന സിലബസ് ആയിട്ട് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ കോച്ചിങ് പ്രോഗ്രാം മുന്നോട്ട് പോവുക. ഇനി പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സർവേറിന്റെ ഒരു എക്സാം വരുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ആ കോച്ചിങ് പ്രോഗ്രാം പുനഃക്രമീകരിക്കുക. അപ്പോൾ ഒരു ദീർഘകാലമായിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമിന് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് അയക്കുക. ചുമ്മാ അയക്കരുത്, താല്പര്യമുള്ളവർ മാത്രം അയച്ചാൽ മതി. വെറുതെ അയച്ചിട്ട് കാര്യമില്ല, കൃത്യമായിട്ട്. അപ്പോൾ അതിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോവുക. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തു പോകണം. അതിൽ എക്സാം, ഓരോ ദിവസത്തെ പ്രാക്ടീസ് എക്സാമിൽ നമുക്ക് മിനിമം ഒരു ഗ്രേഡ് കിട്ടണം. എ ഗ്രേഡോ അല്ലെങ്കിൽ ബി ഗ്രേഡോ ഏതെങ്കിലും ഒരു ഗ്രേഡ് മിനിമം എന്തായാലും കിട്ടണം. അത് കമ്പൽസറി ആക്കിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക. വെറുതെ കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. നന്നായി പഠിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ മാത്രം മതി എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ 2025 നവംബർ 1 മുതൽ ആരംഭിക്കുന്ന സർവേയറിന്റെ പ്രധാനപ്പെട്ട ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി ദീർഘകാല തയ്യാറെടുപ്പിന് വേണ്ടി തയ്യാറുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. എല്ലാവരെയും, സർവേയർ ഉദ്യോഗാർത്ഥികൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം ഫില്ല് ചെയ്ത് അയക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി.